ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറലായിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ വീഡിയോക്ക് തന്നെ മനസ്സിലാവും. ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഇഡ്ഡലി തട്ടാണ്. ആ തട്ടിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് എണ്ണ വേണമെങ്കിൽ അത് പുരട്ടിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കനാണ്, അത് മുളക് പൊടിയും ഉപ്പും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചാട്ടോ. നിങ്ങൾക്ക് മുളക് പൊടിയുടെ പകരം കുരുമുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് നിങ്ങൾ ഇഷ്ടം പോലെ ഏകദേശം ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചത് ഈ ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 7 വെളുത്തുള്ളിയാണ്, കൂടുതൽ വേണ്ട, 7 വെളുത്തുള്ളിയും പിന്നെ ഒരു 4-5 ഉണക്കമുളകുമാണ്. അതൊക്കെ എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് അത് ഇതുപോലെ ഒരു തട്ടിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം 2 എഗ്ഗാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ 2 എഗ്ഗ്, ആദ്യത്തെ ഒരു എഗ്ഗ് ഒഴിച്ചിട്ടുണ്ട്, അടുത്ത ഇതിൽ രണ്ടാമത്തെ എഗ്ഗും ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്നുമില്ല, അത് അടച്ച് വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റാൻ വേണ്ടി വെക്കണം. ഒരു 15 മിനിറ്റോളം നമുക്കിതിൽ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 15 മിനിറ്റ് എടുക്കുമ്പോഴത്തേനും നമ്മളിതിൽ വെച്ചിരുന്നതെല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ആ ചിക്കനൊക്കെ നല്ല വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ 15 മിനിറ്റിന് ശേഷം ചൂടാറിയതിന് ശേഷം പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എഗ്ഗൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുക്കുക. ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ എഗ്ഗ് 2 ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉണക്കമുളകില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ചീസാണ്. ചീസ് കുറച്ചിട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്ലൈസ് ചീസ് ഉണ്ടെങ്കിൽ അതൊരു സ്ലൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇങ്ങനത്തെ ചീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം വേണ്ടത് പാലാണ്. പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഒറിഗാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പാണ് കേട്ടോ. നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഇടണ്ട, നുള്ളി ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് അടച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരിക കേട്ടോ. നമുക്കൊരു മൈനോസിൻ്റെ രൂപത്തിലാണ് നമുക്കിത്, മൈനോസ് ഇല്ല അതിൻ്റെ രീതിയിലാണ് നമുക്ക് കിട്ടിയത്. ഇതുപോലെ നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇത് കുറച്ച് തിക്കിലാണ്. ഇനി നമുക്ക് കുറച്ച് മൈനസിൻ്റെ ഒക്കെ പോലെ കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ, ഒരുപാട് ലൂസാണ്, കുറച്ച് ലൂസാണ്. കുറച്ച് പാലും കൂടി അടിച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതിയിട്ട്. അപ്പോൾ നമ്മളിതാ ചിക്കനൊക്കെ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ചിക്കൻ ഇതുപോലെ പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കും. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അതുപോലെ ആക്കി കിട്ടും. പിന്നെ കുറച്ച് വെജിറ്റബിൾസാണ്. ഒരു ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി. നിങ്ങളെ കയ്യിൽ ഏതാണുള്ളത് വെച്ചാൽ അതൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ഞാൻ ചോപ്പറിലിട്ട് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ. ചെറുതാക്കി അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുത്താലും മതി. ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മൈനസിൻ്റെ കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് പാലോട് ഒഴിച്ച് ഞാൻ ആ ഒരു ക്രീമി രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം തിക്കാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാലും കൂടി കൂട്ടി അടിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നുള്ളി ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കിയ മൈനോസിൻ്റെ മിക്സിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കാൻ. അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നോമ്പിൻ്റെ സമയത്തൊക്കെ നോമ്പ് വരില്ല, അപ്പോൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എണ്ണയിലൊക്കെ ഒന്നും ഇട്ട് ഇതാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അത് സംഭവം കിടുവായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തിയിൽ നിങ്ങൾക്ക് ഇത് റോൾ ചെയ്തിട്ട് സാൻഡ്വിച്ച് പോലെ അങ്ങനെ ആക്കി കഴിക്കുക. ജസ്റ്റ് ഇതുപോലെ ആ മിക്സ് ചെയ്ത് വെക്കുക, എന്നിട്ട് റോൾ ചെയ്തിട്ട് ചപ്പാത്തിയിൽ ആക്കുക. ഞാൻ അപ്പോൾ ബ്രെഡിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബ്രെഡ് എടുക്കുക, ബ്രെഡിലേക്ക് ഈ മിക്സ് ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കുക കേട്ടോ. ഫില്ലിങ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കുക, കുറച്ചുള്ളവരാണെങ്കിൽ കുറച്ച് വെച്ചിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബ്രെഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു വേറെ ബ്രെഡ് എടുത്ത് അതിന് മേലെ വെക്കുക. അപ്പോൾ ഒരു ബ്രെഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത ഇപ്പോൾ ഒരു 3 ആൾക്ക് കഴിക്കാനുള്ള ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെ അപ്പം ഉണ്ടാക്കി കഴിക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ഫ്ലെയിമൊക്കെ നമുക്കൊന്ന് മീഡിയത്തിലിടാം. ഇവിടെ ബട്ടർ ഇട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിവിടെ നമ്മൾ സെറ്റാക്കി വെച്ച ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ചപ്പാത്തി ആണെങ്കിലും ചപ്പാത്തി റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തി ജസ്റ്റ് ഇതേപോലെ ഇതാക്കി എടുക്കുക കേട്ടോ. ഇവിടെ ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ഇടയ്ക്കിങ്ങനെ
മറിച്ചിടുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊരു നല്ലൊരു ഇതിൽ കിട്ടും. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡായി, അപ്പുറത്തെ സൈഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. നോമ്പൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ആക്കിയാൽ നമുക്ക് നോമ്പ് ഇറക്കുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. നമ്മൾ എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. ബ്രെഡും കുറച്ച് ഈ ഫില്ലിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളൊരു ഷവർമ്മ കഴിച്ചൊരു ഫീലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കടിച്ചു കഴിക്കാം. ഞാൻ അപ്പോൾ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കോൺ ഷേപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ ഉണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചീസൊക്കെ ഇട്ടുകൊണ്ടൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സ്പൈസി ഷവർമ്മൊക്കെ കഴിക്കുന്നൊരു ഫീലാണ് ഉണ്ടാവുക. ഉണ്ടാക്കാൻ എളുപ്പമാണ്, കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കിട്ടിയ ടേസ്റ്റാണ്. നോമ്പൊക്കെ വരില്ലേ, അല്ലെങ്കിലും കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിലും ഈവനിങ് സ്നാക്കിനായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു ഡിന്നറിനായിട്ടും ഹെൽത്തി ആയിട്ടുള്ളതാണ്. വെജിറ്റബിൾസും എല്ലാം ഇട്ടുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്ര നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.